പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചായിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾ പറയുന്നു, അതിൽ ആദ്യത്തെ കാര്യം പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ട്രെയിൻ പോയി. ഇവിടെ രണ്ട് പ്രവർത്തനം നടന്നു. ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി, മറ്റൊന്ന് ട്രെയിൻ പോയി. ഒരാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ആദ്യം നടന്ന പ്രവർത്തനം ട്രെയിൻ പോയതാണ്. അതിനുശേഷമാണ് അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പൊ ആദ്യം നടന്ന ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. മറ്റൊരു ഉദാഹരണം നോക്കുക. അവൻ സ്കൂളിലേക്ക് എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആദ്യം സംഭവിച്ചത് ബെല്ലടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവൻ സ്കൂളിലേക്ക് എത്തിയത്. അപ്പൊ ആദ്യം എന്ന കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അവൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു എന്നാണെങ്കിലോ, അപ്പോ അവിടെ ആദ്യം നടന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ശേഷമാണ് സ്കൂളിലേക്ക് പോയത്. അപ്പോ ആദ്യം നടന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് എന്ത് പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആദ്യം നടന്നത് ഡോർ അടക്കലാണ്, ശേഷമാണ് ഉറങ്ങിയത്. അപ്പോ ഉറങ്ങുന്നതിന് മുമ്പ് ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെ പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ കൂടെയുള്ള വാക്കിനെ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക? അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുമ്പോൾ, അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം സംഭവിച്ച ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. അവൻ റെയിൽവേയിലേക്ക് എത്തിയപ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കും. അപ്പൊ ആദ്യം നടന്ന കാര്യത്തെ പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. രണ്ടാമത് നടന്ന കാര്യത്തെ പറയാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.